ആ ടൈമിൽ ഞാൻ ഐഷുവിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ വീഡിയോസ് ഏതാണ്, എങ്ങനെയാണ്, എന്ത് രസമാണെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീ എന്താ തുടങ്ങി, നീ ഒരു ക്രിയേറ്റർ അല്ലേടാ, ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസി കാണിച്ചുകൂടി. ഒരാളെ റോസ്റ്റ് നീ കണ്ടന്റ് നീ റോസ്റ്റ് ചെയ്യുന്നത് ശരി, നമ്മള് എന്തോ ജോമു എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫൺ രീതിയിൽ എടുത്ത്, നമ്മളൊരു തമാശക്ക് എടുത്ത്, നീ അതിൽ നിന്നൊക്കെ ഒരു ലൈൻ ക്രോസ് ചെയ്താണ് നീ എന്ത് നമ്മള് മന്ദബുദ്ധി മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് നീ ട്രീറ്റ് ചെയ്യുന്നത്. എന്തോ നീ ഉദ്ദേശിച്ചത്? വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ട് എന്തായാലും, നമുക്ക് ഈ കമന്റ്സ് വരുമ്പോ അറിയാം. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യത്തേണ് എന്തോ പറഞ്ഞോണ്ട് പോട്ടെ. നിങ്ങൾ നമ്മളുള്ള വീഡിയോസ് ഇറക്കുന്നതും ട്രോളിനല്ല നമ്മൾ ഇറക്കുന്നത്. എനിക്കിത് ഒരു മിനിറ്റ് എനിക്ക് പറയണം. ഈ ബേസിക് ഹ്യൂമൻ ഡീസൻസി ആണ് ഒരു ആളുടെ അറ്റ്ലീസ്റ്റ് മനസ്സ് വിഷമിപ്പിക്കാത്തൊരു കണ്ടന്റ് നിനക്ക് ഇറക്കാം. നീ ആ കണ്ടന്റ് ഇറക്കി, എല്ലാം പോട്ടെ, ഫീല് ചെയ്യുന്ന നീ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് വായിച്ചിട്ട് ഈ ഡിറക്ഷനും കോപ്പിലെ കമന്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി കൂടി സർക്കാസമാണ് അവന്മാരും കളിയാക്കിയതാണെന്ന്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോമു അതോടെ തന്നെ ഐഷു ആണ് സോഷ്യൽ മീഡിയ മുഴുവനും ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഒരുപാട് റീൽസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ ഒക്കെ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഈ വീഡിയോസ് എടുത്ത് ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രാങ്ക് പോലെ നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ ജോഷു പറയുന്നതാണ് ഞാൻ എൻ്റെ ഐഷുവിനെ പ്രാങ്ക് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞ് തിരിക്കുമ്പോഴത്തേക്ക് ഐഷു അവിടെ നിൽപ്പുണ്ട്. സോ അപ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ആ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതേ കണക്കുള്ള പ്രാങ്കൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതെന്തോ ഇങ്ങനെ കളിപ്പീരാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് ഇവർ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ അവർ എടുക്കുന്നത് തന്നെ. അത് അങ്ങനത്തെ ഉള്ള രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാതെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലതൊക്കെ ഉണ്ടെങ്കിൽ ഫണ്ണി ആയിട്ടാണ് ചെയ്യുന്നത്, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഉണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വ്യൂസിനൊക്കെ വേണ്ടിയുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുണ്ടെങ്കിൽ അതാക്കി തീർക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിലോട്ടുണ്ടെങ്കിൽ ട്രോൾ ഇറക്കി ഭയങ്കര മോശമായിട്ട് അവരെ ഭയങ്കരമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.